ഞങ്ങളിന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ് കേട്ടോ. എന്താ ഇത്ര നേരത്തെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് മാസത്തിലൊന്നാണ് മലയാളം കുർബാന ഉണ്ടാവുക. ഇനി വരുന്ന 2 മാസത്തേക്ക് മലയാളം കുർബാന കാണില്ല എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ക്രിസ്മസ് എന്നാൽ കുറച്ച് നേരത്തെ ആഘോഷിക്കാം എന്ന് വെച്ചു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും ആഘോഷകരമായ ക്രിസ്മസ് കുർബാനയ്ക്ക് ശേഷം ക്രിസ്മസ് പ്രോഗ്രാമും ഫുഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ചെറിയ കൂട്ടായ്മയുടെ ക്രിസ്മസ് ആഘോഷം നിങ്ങളൊന്ന് കണ്ടു. പറയുന്നതിലും ഭംഗി കാണുന്നതിലായിരിക്കും. നിന്റെ പേരിൽ ആഘോഷിക്കുവാൻ പോകുന്ന ഈ കേക്കുകളെ നീ ആശീർവദിക്കണമേ. കുട്ടികൾക്ക് സാന്റയുടെ കയ്യിൽ നിന്ന് ക്രിസ്മസ് ഗിഫ്റ്റ്. കൂടാതെ ഈ വർഷം ഞങ്ങൾക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ എല്ലാം വീട്ടിൽ കൂടി സാന്റ വന്നിട്ട് ചെറിയൊരു കരോളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ദൈവത്തിൻ്റെ പുറകിലുണ്ട്, ഹാർട്ടൊക്കെ ഉണ്ട്, ഉണ്ടോ? ഒത്തേ ഹാർട്ടുണ്ട്. ഞാനും ഇതിലെ ചില പ്രോഗ്രാംസിലുണ്ടായിരുന്നതിനാൽ എനിക്കിതിലെ പല പ്രോഗ്രാംസും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പ്രോഗ്രാംസിൻ്റെയൊക്കെ ഇടയ്ക്ക് സ്വാദിഷ്ടമായ ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ. നമ്പർ എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. നമ്പർ വിളിച്ചു കഴിഞ്ഞിട്ട് ഇതിന് 3 ലൈൻ നമ്പർ കാണാം. 1 2 3 31 ലാസ്റ്റത്തെ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് കുറച്ച് ലേലമൊക്കെ വിളിച്ചാൽ ക്ലീനിങ്ങും കുറച്ച് രസകരമാക്കി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള നല്ലൊരു ക്രിസ്മസ് അങ്ങ് ആഘോഷിച്ചു.